ചുവപ്പ് കാർഡും തിരിച്ചെടുക്കാം, പട്ടിയെ ആടാക്കാം. ഫുട്ബോൾ മാമാങ്കം കഴിയുന്നു. അത് ലോകത്തെ ഏറ്റവും ജനകീയമായ കായിക വിനോദം മാത്രമല്ല, ക്രിക്കറ്റിനൊപ്പം വൻപിച്ച സ്പോർട്സ് കമ്പോളം കൂടിയാണ്. ടീമുകളുടെയും താരങ്ങളുടെയും ഉയർച്ചയും പതനവും തീരുമാനിക്കുന്ന ഗ്രൗണ്ടിൽ നിന്ന് ഗൗരവമുള്ള വിഷയങ്ങളും തനി തമാശകളും പുറമേക്ക് വരാറുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഡേറ്റ വിശകലന മുറി തന്നെ ഒരു വലിയ ലോകമാണ്. ഓരോ കളിക്കാരൻ്റെ ഓരോ ചലനവും അവിടെ രേഖപ്പെടുത്തുന്നു, പഠിക്കുന്നു. And this is where the analysis is done. Every match, every player, every moment. അതെ, കളി തന്നെയാണ് കാര്യം. റദ്ദാക്കപ്പെട്ട ആ ഈജിപ്തിൻ്റെ രണ്ടാം ഗോൾ പോലെ സമൂഹ മാധ്യമങ്ങളിൽ അതേപ്പറ്റി പിന്നെ ആരോപണങ്ങളുടെ വേലിയേറ്റമായിരുന്നല്ലോ. പക്ഷെ റദ്ദാക്കപ്പെട്ട ആ ഗോൾ ഒരു 1.5 ഗോളായിരുന്നു. VAR ഇടപെട്ടതോടെയാണ് അത് റദ്ദാക്കപ്പെട്ടത്. സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ കുമിഞ്ഞു. ഒപ്പം കുട്ടികളുടെ വക മിമിക്രിയും. വിമർശനത്തിനെന്ന പോലെ തമാശക്കും ധാരാളം വക നൽകിയ മറ്റൊന്നാണ് അമേരിക്കൻ കളിക്കാരനായ ബലോഗണിന് കൊടുത്ത ചുവപ്പ് കാർഡ് റദ്ദാക്കാൻ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ടതും ഫിഫ അതിന് സമ്മതിച്ചതും. ഹിന്ദു പത്രത്തിൽ സൗമ്യ ദീപ് സിൻഹ വരച്ച കാർട്ടൂൺ. ട്രംപ് കൽപ്പിച്ചിരിക്കുന്നു, അയാൾ കളിച്ചോട്ടെ. ഇത് ബ്രസീലിയൻ കാർട്ടൂണിസ്റ്റ് കാർലോസ് ലാത്തുഫ് വരച്ചത്. ട്രംപ് ഫുട്ബോളിനോടും ലോകത്തോടും ചെയ്യുന്നത്. ചുവപ്പ് കാർഡ് റദ്ദാക്കിയ സംഭവത്തിൽ ട്രംപിനെ പോലെ ഫിഫ അധികൃതരെയും കുറ്റപ്പെടുത്തി ഫുട്ബോൾ നിയമജ്ഞരും യുവേഫയും. ലംഘിക്കാനാണെങ്കിൽ പിന്നെ നിയമമെന്തിന്? ട്രംപിനെ സമ്മതിക്കണം. എല്ലാം തകർക്കുന്ന അയാൾക്ക് ഫുട്ബോളിനെയെങ്കിലും ചീത്തയാക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്നു പലരും. അതും തെറ്റി. അമേരിക്കൻ കാർട്ടൂണിസ്റ്റ് പാറ്റ് ബാഗ്ലിയുടെ വര. ട്രംപ് എന്ന ശിശു കരഞ്ഞാൽ ഫുട്ബോളിന് അപ്പടി ചുവപ്പ് കാർഡ്. ട്രംപ് ഒന്ന് ഫോൺ വിളിച്ചാൽ മതി, കളിയാകെ മാറും. പുലിറ്റ്സർ ജേതാവ് ആഡം സൈഗ്ലിസിൻ്റെ കാർട്ടൂൺ എന്തും അദൃശ്യമാക്കാനുള്ള ട്രംപിൻ്റെ കഴിവിനെ പറ്റിയാണ്. എപ്സ്റ്റീൻ ആരോപണങ്ങൾ മുതൽ ചുവപ്പ് കാർഡ് വരെ എന്തും അപ്രത്യക്ഷമാക്കും. US ടീമിൻ്റെ ഡിഫൻസ് ശക്തിപ്പെടുത്താൻ ട്രംപിൻ്റെ പക്കൽ ഒരു വഴിയുണ്ട്. ഇത് സതീഷ് ആചാര്യ വരച്ചത്. ചുവപ്പ് കാർഡിന് ബദലായി ട്രംപ് കാർഡ്. ജോ ഹെലറുടെ കാർട്ടൂൺ. പക്ഷേ ട്രംപിൻ്റെ സന്തോഷം അല്പായുസായി. ചുവപ്പ് കിട്ടിയിട്ടും കളിച്ച ബലോഗണിന് ബെൽജിയത്തിനെതിരെ അമേരിക്കയെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആ കളിയിൽ ബെൽജിയത്തെ പിന്തുണച്ചുകൊണ്ടാണ് ഫുട്ബോൾ പ്രേമികൾ ട്രംപിനോട് വിരോധം തീർത്തതെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ. ട്രംപിൻ്റെ ഫോൺ ശുപാർശ നടന്ന ആ ഒറ്റ രാത്രി കൊണ്ട് ബെൽജിയം ടീമിനുള്ള ജനപിന്തുണ ഇരട്ടിക്കിരട്ടിയായി. ഇനി ട്രംപ് എന്ത് ചെയ്യും? സാധ്യതകളെപ്പറ്റി ഒരു ചർച്ച ഇങ്ങനെ. ട്രംപ് ഇനി ബെൽജിയത്തെ കടന്നാക്രമിച്ച് കീഴടക്കി കളയും. മറ്റെന്ത് വഴി? 1-4 അമേരിക്ക അവരോട് തോറ്റുപോയത്. മരണം അത് ആരുടേതായാലും ആഘോഷിക്കാനുള്ളതല്ല. പക്ഷെ ചിലരുടെ ചൊല്ലും ചെയ്തിയും ഓർത്താൽ സന്തോഷിക്കാനും തോന്നും. അനുശോചന വാർത്ത ഹാസ്യത്തിന് വഴിമാറിക്കൊടുത്ത സംഭവമായി അമേരിക്കൻ സെനറ്ററായിരുന്ന ലിൻസെ ഗ്രഹാമിൻ്റെ പെട്ടെന്നുള്ള മരണം. ട്രംപിൻ്റെ ഇഷ്ടക്കാരനും ഇസ്രായേലിനോട് വിധേയത്വം പുലർത്തിയ രാഷ്ട്രീയക്കാരനുമായിരുന്നു ലിൻസെ ഗ്രഹാം. സാമ്രാജ്യത്വത്തിനും സയണിസത്തിനും എല്ലാം മറന്ന് നിലകൊണ്ട അദ്ദേഹം ഫലസ്തീനിലെ കുട്ടികളെ കൊല്ലുന്നതിനെ വരെ ന്യായീകരിച്ചു. എന്നിട്ടും അദ്ദേഹത്തെ ചില പത്രങ്ങൾ മനുഷ്യസ്നേഹിയാക്കി. അയാളുടെ വിയോഗം ആഗോള സ്വാതന്ത്ര്യത്തിന് നഷ്ടമെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ എഡിറ്റോറിയൽ.
ലോക സമാധാനത്തിനു വേണ്ടി പോരാടിയ ജനസേവകൻ എന്ന് പോലും പറഞ്ഞു ഫോക്സ് ന്യൂസ്. മരിച്ചവരെപ്പറ്റി നുണയായാലും നല്ലതേ പറയാവൂ എന്നുണ്ടോ? ഒരാളുടെ കമൻ്റ് ഇതാ ഇങ്ങനെ: മരിച്ചവരെപ്പറ്റി മോശം പറയരുത്, പറയേണ്ടത് നല്ലത് മാത്രം. ഇതാ ലിൻസേ ഗ്രഹാം മരണപ്പെട്ടിരിക്കുന്നു, നല്ലത്. ഇറാനിലെ YJC വാർത്താ ചാനൽ ശുഭവാർത്ത എന്ന് പറഞ്ഞാണ് ഈ മരണവാർത്ത അവതരിപ്പിച്ചത്. بینندگان همیشه همراه شبکه خبر سلام، وقتتون بخیر. لینستی گراهام سناتور ضد ایرانی به درک واصل شد. سناتور گراهام یکی از سرسخت‌ترین چهره‌های ضد ایرانی در کنگره آمریکا بود و بارها از മറിച്ച് ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും അക്രമങ്ങളെ പിന്തുണച്ച ഗ്രഹാമിനെ ഫോക്സ് ന്യൂസിൽ പരിചയപ്പെടുത്തുന്നത് സമാധാന ദൂതനായിട്ട്. And then, of course, Graham always interested in peace and ഈ ശാന്തി ദൂതൻ വർഷങ്ങളായിട്ട് പറയുന്നതാണ് ഫലസ്തീൻകാരെ എത്ര വേണമെങ്കിലും കൂട്ടക്കൊല ചെയ്യാൻ ഇസ്രായേലിനെ അമേരിക്ക അനുവദിക്കണമെന്ന്, ഗസയിൽ അണുബോംബ് ഇടണമെന്ന്, ഗസയെ നിരപ്പാക്കണമെന്ന്. വെറുതെയല്ല നെതന്യാഹു അയാളെ മഹാനായ മനുഷ്യനെന്ന് വിളിച്ചത്. ഗസക്ക് സഹായവുമായി ഫ്ലോട്ടിലയിൽ ചെല്ലാൻ ശ്രമിച്ച ഗ്രേറ്റ ടുൻബർഗിനെതിരെ വധഭീഷണി മുഴക്കിയിട്ടുണ്ട് അയാൾ. ബോട്ട് ഞങ്ങൾ തകർക്കും, നീന്താൻ അറിയാമോ എന്ന് ഗ്രേറ്റയോട് അയാളുടെ ചോദ്യം. ഹാരറ്റ്സ് പറഞ്ഞ പോലെ, ദ ഹിന്ദു പറഞ്ഞ പോലെ, ഇസ്രായേലിനു വേണ്ടി ട്രംപിൻ്റെ ചെവിയിൽ മന്ത്രിച്ചിരുന്ന ഒരാളായിരുന്നു ലിൻസേ ഗ്രഹാം. അതിനാൽ പതാക താഴ്ത്തിക്കെട്ടുക തല തിരിച്ച്. ആട്ടിനെ പട്ടിയാക്കുന്നവരാണ് മാധ്യമങ്ങൾ എന്ന് പറയാറുണ്ട്. പക്ഷേ വംശഹത്യയെ ശക്തമായി പിന്തുണച്ചയാളെ മനുഷ്യസ്നേഹിയെന്ന് വിശേഷിപ്പിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളെ കാണുമ്പോൾ തിരിച്ചും ശരിയാണെന്ന് പറഞ്ഞു പോകും. മാധ്യമങ്ങൾ ആട്ടിനെ പട്ടിയാക്കുക മാത്രമല്ല, പട്ടിയെ ആടുമാക്കും. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും mediascan@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് Media One വെബ്സൈറ്റ് സന്ദർശിക്കുക.